വിശാലതയിലേക്ക് തലമുറകളെ ആനയിക്കുവാൻ ദൈവനിയോഗമേറ്റ് 1850 ഡിസംബർ 19 വെളിച്ചത്തിന്റെ കിരണം നവജാതനായി. വിശ്വാസത്താൽ പകരാൻ ശക്തിയേകും. കാലഘട്ടങ്ങളെ അറിവിന്റെ വെള്ളി വെളിച്ചത്താൽ പ്രശോഭിതമാക്കാൻ ഉള്ളിലെ അഗ്നിയെ ഉജ്ജ്വലിപ്പിച്ച് അദ്ദേഹം ആയിരുന്നിടത്തെല്ലാം അത് പകർന്നു നൽകി. കൂടി വാഴാമൊന്നായൊരു മനമായി മനുഷ്യ പ്രകൃതി താളഭാവ ലയമോടെ ആസ്വദിച്ചിടാം എല്ലാം അവയുടെ പൂർണ്ണതയിൽ. അവന്റെ സ്പർശനമേറ്റൊരു സർവം നല്ലൊരു നാളെ രചിച്ചിടാനായി കരുതുവച്ചിടാം. ഒരു വിദ്യാലയത്തിന്റെ വാർഷിക ആഘോഷം അത് ആ നാടിൻ്റെ ഉത്സവം തന്നെയാണ്. നിങ്ങളില്ലെങ്കിൽ എന്താഘോഷം? ഇവിടുത്തെ കുഞ്ഞുമക്കളുടെ കലാവിരുന്ന് ആസ്വദിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാതാപിതാക്കളെയും നല്ലവരായ നാട്ടുകാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ബഹുമാനപ്പെട്ട എല്ലാ സിസ്റ്റേഴ്സിനെയും സിസ്റ്റർ സുഹൃതയുടെ എല്ലാ ബാച്ചുകാരെയും വിവിധ കോൺവെൻറ്റുകളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും എൻ്റെ കുഞ്ഞുമക്കളെയും എൻ്റെ സഹപ്രവർത്തകരെയും ഏവരെയും ഈ വാർഷിക ആഘോഷവേളയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2024-2025 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. അധ്യയന വർഷത്തിൻ്റെ ജാലകം തുറന്ന സുദിനമായിരുന്നു 2024 ജൂൺ 3. പുത്തൻ പ്രതീക്ഷകളോടെ അതിരറ്റ ആവേശത്തോടെ മാതാപിതാക്കളുടെ വിരൽത്തുമ്പ് പിടിച്ച് ആഹ്ലാദത്തോടും അല്പം ആശങ്കയോടും കൂടി വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ച നവാഗതരെ വിശിഷ്ട അതിഥികളും ഹെഡ് മിസ്ട്രസും അധ്യാപകരും കുട്ടികളും ചേർന്ന് കരഘോഷത്തോടെ സ്വീകരിച്ചു. നിങ്ങളുടെയൊക്കെ ചിലരുടെ മുഖത്ത് നോക്കുമ്പോൾ വലിയ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേറെ ചിലരുടെ മുഖത്ത് നോക്കുമ്പോൾ വലിയ കലാകാരന്മാരെ കാണുന്നുണ്ട്. അങ്ങനെ ഈ സമൂഹത്തിലെ വലിയ വലിയ സംഭാവനകൾ നൽകാൻ നമ്മുടെ കുട്ടികൾക്ക് തീരട്ടെ. അതിന് നിങ്ങൾ മാതാപിതാക്കളും ഒപ്പമുണ്ട് എന്നുള്ളതിലുള്ള സന്തോഷം. ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കൾ ഈ വിദ്യാലയം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന കുറേയേറെ നല്ല മൂല്യങ്ങളുണ്ട്. പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും പങ്കുവയ്ക്കാനും പരസ്പരം കരുതലുള്ളവരാകുവാനും ഒക്കെ ഇവിടെ അവർ പരിശീലിപ്പിക്കുന്നുണ്ട്. ആ പരിശീലനങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ നമ്മുടെ സമൂഹത്തിന് നല്ല മൂല്യങ്ങളുള്ള നല്ല നിലപാടുകളുള്ള മക്കളായിട്ട് തീരും എന്നതിൽ യാതൊരു സംശയമില്ല. ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ ലോകത്തെ എല്ലാ കാര്യങ്ങളും അവരുടെ വിരൽത്തുമ്പിലാണ് അല്ലേ? അപ്പം അവരുടെ വിരൽത്തുമ്പിൽ ഇതെല്ലാം ലഭിക്കുമ്പോഴും നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് ഈ സൗകര്യങ്ങൾ കടന്നു വരണ്ടേ? ഒരു ക്ലാസ് റൂമിൽ നേരത്തെ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾക്ക് വ്യത്യസ്തമായി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് മിക്കവാറും എല്ലാ ക്ലാസ് റൂമുകളിലും പ്രൊജക്ടർ ഉണ്ട്, സ്ക്രീനുണ്ട് അല്ലേ? കോവിഡ് മഹാമാരി വന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇപ്പം 5 കൊല്ലാവുകയാണ്. പ്രധാനമായും 2 കൊല്ലം കുട്ടികളെ നമുക്ക് വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ഇവരെ ഇന്നിപ്പോൾ LP-യിലുള്ള കുട്ടികളുടെ മുതിർന്ന കുട്ടികളെ ഇതെല്ലാം കഴിഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ വിദ്യാലയങ്ങളിലും ഇൻ്റർനെറ്റ് സൗകര്യമുള്ളതുകൊണ്ടും നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടും ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന സുഹൃത സിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളെ ക്ലസ്റ്റർ വഴി പ്രധാനമായും അത്തരം ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുക കൂടി ചെയ്തതിൻ്റെ ഭാഗമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ
ങ്ങളിലും പഠിപ്പിക്കുന്ന അധ്യാപകരെ ഈ കഴിഞ്ഞ വെക്കേഷൻ കാലത്താണ് പഠിപ്പിച്ചത്. ഈ ആഘോഷങ്ങൾക്കിടയിൽ അധ്യാപന ജീവിതത്തിൻ്റെ ഔദ്യോഗിക വിടവാങ്ങലിന് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ചാരിറ്റി സന്യാസിനി സമൂഹത്തിൻ്റെ വിവിധ വിദ്യാലയങ്ങളിൽ സേവനം ചെയ്ത് ഇന്ന് ഈ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ സുഹൃതയെ സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റവും മനോഹരമായി പൂർത്തീകരിച്ച് തൻ്റെ മുമ്പിൽ വന്നിരുന്ന വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ കരുതി സ്നേഹിച്ച് അറിവും സ്നേഹവും നൽകി ദൈവത്തെ ചൂണ്ടിക്കാണിച്ച് പുതിയ കർമ്മമണ്ഡലങ്ങളിലേക്ക് യാത്രയാകാൻ ഒരുങ്ങുന്ന സിസ്റ്ററിന് ചാരിറ്റി കുടുംബത്തിൻ്റെയും ഈ വിദ്യാലയത്തിൻ്റെയും പേരിലുള്ള നന്ദിയും കടപ്പാടും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. സിസ്റ്ററിൻ്റെ പേരിനെ അനർത്ഥമാക്കത്തക്ക വിധത്തിലുള്ളത് തന്നെയാണ് സിസ്റ്ററിൻ്റെ ജീവിതമെന്ന്. സുഹൃതങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സിസ്റ്റർ തന്നെയാണ് സിസ്റ്റർ സുഹൃത എന്ന് ഞങ്ങൾക്ക് ഏവർക്കും അറിയാം. ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. മിസ്ട്രസ് ഈ കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഫോർമേഷനിലേക്ക് വരുന്ന കുട്ടികൾക്ക് അവരിനെ രൂപകൽപ്പന ചെയ്യാൻ ഒരു മിസ്ട്രസിൻ്റെ ദൗത്യം കൂടെ സിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഒരു സമർപ്പിത അധ്യാപനവും സമർപ്പിത ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു നല്ല സിസ്റ്ററാണ് സിസ്റ്റർ സുഹൃത. സ്നേഹോപകാരം നൽകാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പറ കൊയ്യാൻ വാ പച്ചത്തത്ത കിളിമൊഴി പൊൻകതിരുന്നുള്ളാൻ വാ പൊന്നരളി പൂങ്കിളി പുലരിതൻ പുടവയായി നീ വരുമോ? കാലം മാറിയെത്തി കാലവർഷം പൊൻകതിരെല്ലാം നശിച്ചുപോ. നെഞ്ചിലെ ചോരയാൽ മുളപ്പിച്ച പൊൻകതിർ മഴവെള്ളച്ചാലിൽ ഒഴുകിടുമ്പോൾ ഹൃദയം തകർന്നവർ നോക്കി നിന്നു. Your sorrows, put on your dancing shoes. Let me hear you. Take off your fears and take off your pain. Put on your robes of righteousness. Prove it. ഈ വിദ്യാലയത്തിലെ കുട്ടികളോടൊപ്പം കുട്ടിയായി തന്നെയാണ് സുഹൃത സിസ്റ്റർ. 20 വർഷത്തോളം സേവനം അനുഷ്ഠിച്ച സുഹൃത സിസ്റ്ററിനെ കൂടുതൽ ആയുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം
നമ്മുടെ ഈ വാർഷിക പരിപാടി മനോഹരമാക്കാൻ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ രക്ഷാകർത്താക്കളും അതുപോലെ അധ്യാപകരും കുട്ടികളും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്റ്റാൻഡേർഡ് 1. ഇനി മാനത്തും നക്ഷത്രപ്പൂക്കാലം ഇത് മാറ്റേറും പക്ഷിക്കൂടാരം നാം പലതരം ജോലികൾ സമൂഹത്തിൽ ചെയ്യുന്നത് കാണാം. സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ഇങ്ങനെ വിവിധ ജോലികൾ ചെയ്യുന്നതിൽ ഏറ്റവും മഹനീയമായ ജോലി അധ്യാപനമാണ്. കാരണം നാളത്തെ രാഷ്ട്രം എങ്ങനെയായിരിക്കണം, നാളത്തെ സമൂഹം എങ്ങനെയായിരിക്കണം എന്ന് രൂപവൽക്കരണം ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് മുറികളിലാണ്. അതുകൊണ്ട് ഏറ്റവും മഹനീയമായ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ് അധ്യാപനം. ആരാധ്യ PS. जिलेले जिलेले आयो आयो जिलेले मस्ती में आयो आयो जिलेले 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 आयो आयो जिलेले मस्ती में आयो आयो जिलेले बुबा 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 महबूबा नई नई मस्ती में और दिल डूबा कभी कभी पल ये मिले हस्ती में आओ झूमो नाचो गाओ मस्ती में जिलेले जिलेले आयो आयो जिलेले. കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഏറെ പ്രിയങ്കരിയാണ് സുഹൃത സിസ്റ്റർ എന്ന് എല്ലാവർക്കും അറിയാം. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം കുട്ടികൾക്കായി മാറ്റിവെച്ച് വളരെ ആത്മാർത്ഥതയോടെയും വിശ്വസ്തയോടെയും ഈ വിദ്യാലയത്തിൻ്റെയും കുഞ്ഞുമക്കളുടെയും വളർച്ചയ്ക്കായി ജോലി ചെയ്ത് ഇപ്പോൾ വിരമിക്കുമ്പോൾ
അത് ഞങ്ങളുടെ വിദ്യാലയത്തിന് ഒരു വലിയ നഷ്ടം തന്നെയാണ്. ആധരമാമൃത ജലശേഖരം നയനമദന ശിശിരാമൃതം ചിരിമണി ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുൾ ചായൽ എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്ന് അഴകേ മണ്ണു നനഞ്ഞു വരുന്നൊരു വഴിയിലെ മഴ ഇലകളുതിർന്നു നനഞ്ഞു ശയിക്കും പെരുമഴ മണ്ണു നനഞ്ഞു നരുന്നൊരു വഴിയെ ഈ മഴ ഇലകളുതിർന്നു നനഞ്ഞു ശയിക്കും പെരുമഴ വിദ്യാഭ്യാസമാണ് ഒരു നാടിൻ്റെ ഉയർച്ചയുടെ നട്ടെല്ല്. ഓരോ അധ്യാപകനും ഓരോ വിദ്യാർത്ഥിയുമാണ് നാടിൻ്റെ സാംസ്കാരിക പുരോഗതിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഓരോ നാട്ടിലെയും അണയാത്ത വിളക്കുകളാണ് ഓരോ സ്കൂളുകളും. നമ്മുടെ സ്കൂൾ ആരംഭിച്ചിട്ട് നീണ്ട 74 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിൽ വിദ്യ അഭ്യസിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും വളരെ പ്രത്യേകമായി ജനറൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട മദർ റിൻസി, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട മദർ വെണ്മ എന്നിവരോടും ടീം അംഗങ്ങളോടും മരിയ ഡീപോൾ സാന്തോം പ്രൊവിൻസിലെ എല്ലാ സഹോദരിമാരോടും എന്നോടുള്ള സ്നേഹത്തെ പ്രതി വിവിധ സ്ഥലങ്ങളിൽ നിന്നും വന്നെത്തിയ എല്ലാവരോടും അകമഴിഞ്ഞ നന്ദി. ഇന്നത്തെ വിരുന്നിനെ കൂടുതൽ ശോഭ പകർന്നത് നമ്മുടെ വിശിഷ്ട വ്യക്തികളാണ്. ഈ പരിപാടിക്ക് തിരിതെളിച്ച് സന്ദേശം നൽകിയ തൃശ്ശൂർ അതിരൂപത സഹായമെത്രാൻ അഭിവന്യമാർ ടോണി പിതാവിനും വാക്കുകൊണ്ടും സാന്നിധ്യം കൊണ്ടും വേദിയെ അലങ്കരിച്ച എല്ലാ വിശിഷ്ട അതിഥികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, 20 വർഷത്തെ അധ്യാപനത്തിന് ശേഷം വളരെയേറെ നന്ദിയോടുകൂടിയാണ് അധ്യാപന ജീവിതത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നത്. ഇന്നോളം നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും കരുതലിനും അംഗീകാരത്തിനും പ്രാർത്ഥനകൾക്കും ഒത്തിരി നന്ദി. അടുക്കള മുതൽ അരങ്ങ് വരെ പ്രയത്നിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ജോസ്ഫീന, പ്രേമ, വിനീത ചേച്ചിമാർക്കും ലൈറ്റ് ആൻഡ് സൗണ്ട്, സ്റ്റേജ് ഡെക്കറേഷൻ എന്നിവ ചെയ്തവർക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത് സഹായിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറയുന്നു. കാരുണ്യവാനായ നല്ല തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പണ്ടു സുരാസുരരൊത്ത് ചേർന്നു ക്ഷീര സാഗരമഥന മഹാവേളയിൽ പാലാഴിയിൽ നിന്നും ഉയർന്ന രത്നം മഹാവിഷ്ണുവും മോഹിച്ച കൗസുഭരത്നം. ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തി കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് ഓർത്തുവയ്ക്കാൻ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഈ വിദ്യാലയത്തിനും പ്രിയ അധ്യാപകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ 20 വർഷത്തെ സ്തുത്യർഹ സേവനത്തിനു ശേഷം അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ട ബഹുമാനിയായ സുഹൃത സിസ്റ്റർക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വാർഷിക സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപാണ് അനുഗ്രഹ പ്രഭാഷണത്തിൻ്റെ തക്ക സമയമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. ഞാൻ അധികം നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു അനുഗ്രഹമാകില്ല എന്നെനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ചുരുക്കി പറയുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. എല്ലാ സിസ്റ്റേഴ്സിനും എല്ലാവർക്കും, പ്രത്യേകിച്ച് നവാഗതരായിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ.
ചുണ്ടിൽ സ്നേഹപൂർവം അക്ഷരമെന്നെന്നും എന്നും പ്രിയമോടെ ഒന്ന് ചൊല്ലിത്തന്നില്ലേ ചുണ്ടിൽ സ്നേഹപൂർവം അക്ഷരമെന്നെന്നും പൊഴിയാത്ത നന്മകൾ പിരിയാത്ത സ്മരണകൾ പതരാതെ മുന്നേറാൻ കൂട്ടായുണ്ടല്ലോ പൊഴിയാത്ത നന്മകൾ പിരിയാത്ത സ്മരണകൾ പതരാതെ മുന്നേറാൻ കൂട്ടായുണ്ടല്ലോ വിട പറയും ഈ നേരത്തായി ഞങ്ങളെല്ലാം യാത്രാവങ്കളും ഒന്നായി നീർന്നു പാടിയിടുന്നേ. സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞ സാരം അങ്ങോട്ട് പോവും. ശരിയാ, ചിലപ്പോ സമാധാനവും. എന്റെ അമ്മോ, ഞാൻ അത്രേ ഓർത്തില്ല. സ്നേഹവും സമാധാനവും ഇല്ലാണ്ട് പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? സാക്ഷികൾ ഹാജരുണ്ടോ? പൊന്നെ മാനെ ഉത്തമ, താനെന്ത് പണിയാണോ കാണിച്ചത്? താനാ പടിഞ്ഞാറെ പറമ്പില് വേലി കെട്ടാൻ വരാന്ന് പറഞ്ഞിട്ട് കോടതി കോടതി ഉമ്മച്ചനോടാണോ നിന്റെ കളി? മുറിക്കട. ഈ മരത്തിന് എത്ര വിഷമുണ്ടെന്നറിയോ? നിങ്ങളുടെ സ്നേഹത്തിലാ ഇത് സന്തോഷിച്ച് വേഗം വളർന്നത്. എന്നാ ഈ മരം എന്നോട് പറഞ്ഞേ, എത്ര കിളികളാ ഇതില് വന്നിരുന്നത്. എല്ലാവർക്കും സന്തോഷായില്ലേ? മനസ്സിലെയും മണ്ണിലെയും വേലികൾ പൊളിച്ചു കളയുമ്പോഴാണ് ഭൂമിയിൽ സ്നേഹത്തിൻ്റെ ഉത്സവം ഉണ്ടാവുക. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാവുക. അപ്പോ നമുക്ക് സ്നേഹത്തിൻ്റെ ഉത്സവം തീർക്കണ്ടേ? അയ്യോ, അപ്പിച്ചക്ക ഇതിപ്പോ തന്നെ വെട്ടി പങ്കിടാ. ഇമ്മാനുവൽ റൈനോ. അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടി മനോഹരമാക്കാനായിട്ട് സഹായിച്ച നമ്മുടെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ മാഷന്മാരെ, നമ്മുടെ നാടകം ഭംഗിയായി ഇവിടെ അവതരിപ്പിക്കാനായിട്ട് കുട്ടികളെ ഒരുക്കിയ നമ്മുടെ സണ്ണി മാഷ്, അദ്ദേഹത്തിൻ്റെ സഹായികൾ, നമുക്കിവിടെ ലൈറ്റും വെളിച്ചവും എല്ലാം നമുക്ക് ഒരുക്കി തന്ന നമ്മുടെ ലീമ തിരൂർ അതിൻ്റെ പ്രവർത്തകരെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ കവർ ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ CCTVയുടെ പ്രവർത്തകരുണ്ടായിരുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജ് പോലീസിൻ്റെ സഹായം ഉണ്ടായിരുന്നു. മുൻ PTA ഭാരവാഹികളുണ്ടായിരുന്നു. എല്ലാവർക്കും നമ്മുടെ ഒരിക്കൽ കൂടി അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതിൽ പറഞ്ഞതാണെങ്കിലും 74 വർഷം പിന്നിടുകയാണ് നമ്മുടെ സ്കൂള്. നമ്മുടെ സ്കൂളിനോടുള്ള വിശ്വാസവും നമ്മുടെ കോൺവെൻറ്റ് സ്കൂളിനോടുള്ള ആദരവും കൂടി തന്നെയാണ് ഓരോ വർഷവും പുതിയ കുട്ടികൾ നമ്മുടെ LKG സ്കൂളുകളിലും നമ്മുടെ ഇവിടെ 1 മുതൽ 4 വരെയുള്ള നമ്മുടെ പ്രൈമറി സ്കൂളുകളിലും കുട്ടികൾ ചേരുന്നത്. അവരോടുള്ള ആ ഒരു തീക്ഷ്ണത വീണ്ടും നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് വീണ്ടും ഉറപ്പ് നൽകുന്നു. ഇനി ആർക്കെങ്കിലും നന്ദി പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ആനുവൽ ഡേ മനോഹരമാക്കി തീർത്ത എല്ലാവർക്കും, നമ്മുടെ ഇന്നത്തെ ഈ ദിവസം നമ്മുടെ റിട്ടയർമെൻറ്റ് ആഘോഷിച്ച നമ്മുടെ ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത സിസ്റ്ററിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे.